നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ്, അതുപോലെ 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസും 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസും. അപ്പോൾ 85 മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 15 മാർക്കിൻ്റെ ഓപ്ഷണൽ മൊഡ്യൂൾ. അങ്ങനെയാണ് 100 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 മാർക്ക് 30 ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിച്ചിട്ട് 5 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NIOSൻ്റെ +2 വിദ്യാർത്ഥികൾക്ക് ഇന്ന് എക്സാം ആരംഭിക്കുകയാണല്ലേ. എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് മലയാളം എക്സാമാണ്. മലയാളം പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ അടുത്ത് ഹിസ്റ്ററി 18-ാം തീയതി ഹിസ്റ്ററി എക്സാമാണ്. അതും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ. ഇന്ന് എക്സാമിന് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് 5 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദ ഇമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഇൻ എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിൽ എമർജൻസി, അടിയന്തരാവസ്ഥ, ഭരണഘടനാപരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമത്തുമ്പോൾ പിന്നീടുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് എഴുതാനാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചാണ്. അത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 9 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ? ഒരു സംസ്ഥാന ഗവർണറുടെ അധികാരങ്ങൾ, പവറിനെ കുറിച്ച് എഴുതാനാണ്. മൊഡ്യൂൾ 3 ചാപ്റ്റർ 13. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ കോമ്പോസിഷൻ ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ്സ് ടെന്യൂർ ആൻഡ് മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ സംവിധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സിനെ നീക്കം ചെയ്യുന്നത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാലാവധി, മെമ്പേഴ്സിൻ്റെ കാലാവധി നീക്കം ചെയ്യൽ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് മൊഡ്യൂൾ 4 ചാപ്റ്റർ 18. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റേതും 8 മാർക്കിൻ്റേതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റിൽ പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഏതാണ്? എമർജൻസി, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? നമുക്കറിയാം, പൊതുജന അഭിപ്രായം. അതായത് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ, പൊതു താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നതിനെയാണ് നമ്മൾ പൊതുജന അഭിപ്രായം. ഒരു രാജ്യത്തിൻ്റെ നല്ല ഭരണത്തിന്, ഗുഡ് ഗവേണൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ്റെ സവിശേഷതകളും അതുപോലെ എന്താണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ പൊതുവായ ചില പ്രത്യേകതകൾ, സവിശേഷതകൾ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അത് മൊഡ്യൂൾ 4 2ാമത്തെ ചാപ്റ്ററിലുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഡിസ്കസ് ദ റോൾ ഓഫ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. NGOs നമുക്കറിയാം. NGOസിൻ്റെ, അതായത് സർക്കാരിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, സർക്കാരിൻ്റേതല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും, അവയെയാണ് എന്തെന്ന് പറയുന്നത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അഥവാ NGOs എന്നറിയപ്പെടുന്നത്. അത് ചാപ്റ്റർ 16 ആറാമത്തെ ക്വസ്റ്റ്യൻ: ഡിസ്കസ് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ദ എഫേർട്സ് ഓഫ് UN ഫോർ ഡിസാർമമെൻറ്റ്. നമുക്കറിയാം, യുണൈറ്റഡ് നാഷൻസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിച്ചു. അതിലെ ഏറ്റവും വലിയ, യുണൈറ്റഡ് നാഷൻസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു നിരായുധീകരണം അല്ലേ. ലോക സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ആയുധങ്ങൾ എടുക്കുന്നതിനുമെതിരെ രാജ്യങ്ങൾക്കെതിരെ പോരാടുന്നതിൽ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ സംഭാവന, UN ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സംഭാവനകൾ, UN ഈ നിരായുധീകരണം എന്നുള്ള ഒരു യത്നത്തിൽ നമ്മുടെ സംഭാവന, ഇന്ത്യ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നെഴുതാനാണ് മൊഡ്യൂൾ 6 ചാപ്റ്റർ 26. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഇൻഡോ പാകിസ്ഥാൻ റിലേഷൻസ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബന്ധത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനെ കുറിച്ചിട്ട്. അത് മൊഡ്യൂൾ 6 ചാപ്റ്റർ 28. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച്, 5 വ്യത്യാസങ്ങളെക്കുറിച്ച് എഴുതാനാണ്. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 3.
9ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ വീക്ക്നെസ്സസ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ച് എഴുതാനാണ് മൊഡ്യൂൾ 1 ചാപ്റ്റർ 4. 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർ ദ സോൾ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ ഭേദഗതിക്കുള്ള അവകാശത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ, മൗലിക അവകാശങ്ങളുടെ ആത്മാവെന്നാണ് അറിയപ്പെടുന്നതല്ലേ. അതിനെക്കുറിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ്, ന്യായീകരിച്ച് നിങ്ങളുടേതായ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് എഴുതാനായിട്ടാണ്. അത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 6. 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദ ഹൈക്കോർട്ട്. ഹൈക്കോടതിയുടെ യഥാർത്ഥ നിയമ അധികാരത്തെക്കുറിച്ച് വിശദമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. മൊഡ്യൂൾ 3 ചാപ്റ്റർ 15. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണലിസം. നമുക്കറിയാം വർഗീയത, പ്രാദേശികത്വവാദം അല്ലെ, പ്രാദേശികവാദം. അപ്പോൾ കമ്മ്യൂണലിസത്തിൻ്റെ ഏതെങ്കിലും 5 സവിശേഷതകൾ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൊഡ്യൂൾ 5 ചാപ്റ്റർ 22. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 2 മേജർ കൺസേൺസ് ഓഫ് ദ ഇന്ത്യാസ് ഫോറിൻ പോളിസി ആഫ്റ്റർ ദ കോൾഡ് വാർ പീരിയഡ്. ശീതസമരത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയതന്ത്ര ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ 2 പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച്, ഫോറിൻ പോളിസിയെക്കുറിച്ച് എഴുതാനാണ് കോൾഡ് വാറിന് ശേഷമുള്ള. അത് മൊഡ്യൂൾ 6 ചാപ്റ്റർ 26. 14ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്യൂറിങ് ദ കോൾഡ് വാർ ഇയേഴ്സ്. കോൾഡ് വാർ സമയത്ത് അല്ലെങ്കിൽ ആ ശീതസമര കാലഘട്ടത്തിൽ ഇന്ത്യയും, എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ്, 2 ഘടകങ്ങൾ, വിച്ച് ഡിറ്റർമൈൻ ദ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിർണ്ണയിച്ചിരുന്നതിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഏത് സമയത്താണ്? കോൾഡ് വാർ സമയത്ത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് മൊഡ്യൂൾ 6 ചാപ്റ്റർ 27. 15ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 5 പോയിൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. സ്റ്റേറ്റും അതായത് രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് 5 പോയിൻറ്റ്സ് എഴുതാനാണ്. നേരത്തെ നമ്മൾ എന്താണ് സ്റ്റേറ്റും അതുപോലെ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതല്ല. ഇങ്ങനെ മാറി മാറി ചോദിക്കാം. ചിലപ്പോൾ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ളതായിരിക്കും സ്റ്റേറ്റും സൊസൈറ്റി, അതുപോലെ സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിരിക്കും. അതും മൊഡ്യൂൾ 1 തന്നെ ചാപ്റ്റർ 3 ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിബറലിസം ആസ് എ തിയറി ഓഫ് റിഫോംസ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീൽഡ്സ്. ലിബറലിസത്തെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ, അതായത് റിഫോംസ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീൽഡ്സ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പരിഷ്കരണ സിദ്ധാന്തം എന്നുള്ള നിലയിൽ ലിബറലിസത്തെ വിലയിരുത്തുക. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 ക്വസ്റ്റ്യനാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മതസ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ആരാധന ചെയ്യാനും ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തില്ല, ഔദ്യോഗികമായൊരു മതം ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏത് മതത്തെയും ഉൾക്കൊള്ളുവാനും ഏത് മതത്തിലെ ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ഭരണഘടന നമുക്ക് അധികാരവും അവകാശവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൗലിക അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മതസ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് വിശദമാക്കാനാണ്. അത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 6. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ യുവർ ഒപ്പീനിയൻ വിച്ച് 5 മെഷേഴ്സ് ഷുഡ് ബി ഗിവൺ ടോപ്പ് പ്രയോറിറ്റി ടു ചെക്ക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. നമുക്കറിയാം ഏറ്റവും വലിയ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് തന്നെയാണ് പാരിസ്ഥിതിക മലിനീകരണം അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ടോപ്പ് പ്രയോറിറ്റി, ഏറ്റവും മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിച്ച് 5 മെഷേഴ്സ്, ഏതൊക്കെ 5 ഘടകങ്ങളാണെന്ന് ചെക്ക് ചെയ്യാനാണ്, നമ്മുടെ അഭിപ്രായം എഴുതാനായിട്ടാണ്. മൊഡ്യൂൾ 5 ചാപ്റ്റർ 23 19ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ വ്യൂസ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അതിനെക്കുറിച്ചാണ് ഇത് ചേഞ്ചസ്, വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അതിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് എഴുതാനാണ്. മൊഡ്യൂൾ 5 ചാപ്റ്റർ 25.
20ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ദർ എ നീഡ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ? എക്സ്പ്ലെയിൻ. നേരത്തെ നമ്മൾ അതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. വീണ്ടും അതിൽ നിന്ന് തന്നെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് വൈ ഈസ് ദെയർ എ നീഡ് ടു ക്രിയേറ്റ് അവയർനെസ്, ജനങ്ങളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഘടകമല്ലേ, ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അത് മൊഡ്യൂൾ 5 ചാപ്റ്റർ 23. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, അസസ് ദ റിലവൻസ് ഓഫ് മാർക്സിസം. മാർക്സിസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വിലയിരുത്തുക. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 1ലുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മണി ബിൽ ആൻഡ് ആൻ ഓർഡിനറി ബിൽ. ഹൗ ഈസ് എ മണി ബിൽ പാസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? മണി ബിൽ, ധനബില്ലും സാധാരണ ബില്ലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എഴുതാനാണ്. ഹൗ ഈസ് എ മണി ബിൽ, എങ്ങനെയാണ് ഒരു ധനബില്ല് പാസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെൻറ്റിൽ എങ്ങനെയാണ് പാസ്സാക്കപ്പെടുന്നത്, ധനബില്ല് പാസ്സാക്കപ്പെടുന്നത്? ചാപ്റ്റർ 11ലുള്ള ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് ദ കമ്മ്യൂണൽ വയലൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കമ്മ്യൂണൽ വയലൻസിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് എഴുതാനാണ്. ചാപ്റ്റർ 22. 25, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഗുഡ് ഗവേണൻസ്? ഹൈലൈറ്റ് എനി വൺ മേജർ ഹിൻഡ്രൻസ് ടു ദി ഗുഡ് ഗവേണൻസ്. എന്താണ് ഗുഡ് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്ന? നല്ല ഭരണം. എന്താണ് നല്ല ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല ഭരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് നല്ല ഭരണത്തിന് തടസ്സമായി നിൽക്കുന്നത്? അത് ചാപ്റ്റർ 3 നിന്നുള്ളതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 5 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 5 സവിശേഷതകളെക്കുറിച്ച് എഴുതാനാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് 2 മാർക്കിനും 5 മാർക്കിനും 8 മാർക്കിനും എഴുതാനായിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാലിയൻ ഫീച്ചേഴ്സ് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ 5 സവിശേഷതകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5 സവിശേഷതകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ 5 സവിശേഷതകൾ എഴുതുക. അത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 5 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ സംവിധാനത്തെയും ധർമ്മങ്ങളെയും ഒക്കെ കുറിച്ച് വിശദമാക്കുക, വിവരിക്കുക. നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അതുപോലെ തന്നെ അവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. എങ്ങനെ വേണോ ചോദിക്കാം, ഏത് രീതിയിൽ ചോദിച്ചാലും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണോ അതിനെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് എഴുതുക. മൊഡ്യൂൾ 4 ചാപ്റ്റർ 18. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇഷ്യൂ ഓഫ് കാശ്മീർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ. അപ്പോൾ നമുക്കറിയാമല്ലേ, കാശ്മീർ വിഷയത്തെക്കുറിച്ച് എഴുതാനാണ്. ഏതിൻ്റെ പശ്ചാത്തലത്തിൽ? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ പശ്ചാത്തലത്തിൽ കാശ്മീർ ഇഷ്യൂവിനെ കുറിച്ച് എഴുതാനാണ്. അത് ചാപ്റ്റർ 28 മൊഡ്യൂൾ 6. 29ാമത്തെ ക്വസ്റ്റ്യൻ, അസസ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ആസ് ആൻ എസെൻഷ്യൽ എലിമെൻറ്റ് ഫോർ ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രസി. സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ വിജയകരമായ ഒരു അല്ലെങ്കിൽ ജനാധിപത്യം നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമല്ലേ. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ അറിയുക എന്നുള്ള, അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം കൂടി കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഒരു വിജയകരമായ ജനാധിപത്യത്തിന് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ പബ്ലിക് ഒപ്പീനിയൻ്റെ റോളും സിഗ്നിഫിക്കൻസ്, പ്രാധാന്യവും പങ്കും അതിനെക്കുറിച്ചൊക്കെ എഴുതാനും വിലയിരുത്താനുമാണ്, അസസ് ചെയ്യാനാണ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ 21. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എന്താണ് ഏക പൗരത്വ സംവിധാനം? സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മൊഡ്യൂൾ 2 ചാപ്റ്റർ 6 ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5 മാർക്കിനുള്ള 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിയുടെയും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത് കിട്ടും. അതുപോലെ തന്നെ ഒരുവിധം പഠിക്കുന്നവർക്ക് 8 മാർക്കിൻ്റെ ആയാലും, ഇത് പഠിച്ചിട്ട് ഇതിൽ നിന്നും കുറച്ചുകൂടി എഴുതുമ്പോൾ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി പഠിക്കുക, സ്പീഡിന് എഴുതാനായിട്ട് പഠിക്കുക.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ്സുകളാണല്ലേ, അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.